എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 400 നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 427ഓളം പോയിൻറ്റ്, വീക്കിലി ബേസിസിൽ നോക്കുമ്പോൾ 427 പോയിൻറ്റ് അപ്സൈഡിലാണുള്ളത്. എന്നാൽ ബുള്ളിഷ് ട്രെൻഡിലേക്ക് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ബെയറിഷ് മോഡലിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും മെറ്റലാണ് 8%, 8.7%മാണ് മെറ്റൽ പോസിറ്റീവായിരിക്കുന്നത്. അതേപോലെ തന്നെ മീഡിയ, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, അതേപോലെ PSU ബാങ്ക് എല്ലാം തന്നെ 4 to 8% ഉയർന്നിട്ടുണ്ട്. മിഡ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 4 to 6% ഉയർന്നിട്ടുണ്ട്. പ്രീവിയസ് വീക്ക് ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 14 lakh crore ആണ്. അത്രത്തോളം, അതായത് ഈ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 400 പോയിൻ്റ് വരുന്നു. അപ്പോൾ അത് 14 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DIAs 21 ക്രോറിനാണ് കഴിഞ്ഞ ആഴ്ച ബൈ ചെയ്തിരിക്കുന്നത്. അതേസമയം FIAs 15,500 കോടിക്ക് അറ്റാതായ സെല്ലും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിൽ FIAs കൂടെ ബൈയിങ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പറക്കും എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴും ഒരു ബാരിഷ് മോഡലായതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിനിയും കുറച്ചുകൂടെ നമ്മൾ സാവകാശം കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രധാന ഇവൻറ്റ്സുകളായിട്ട് വരാനുള്ളത് ആദ്യമായിട്ട് ട്യൂസ്ഡേ മാർച്ച് 11 രാവിലെ 5:20 ജപ്പാൻ്റെ GDP ഡാറ്റ വരുന്നുണ്ട്. അന്ന് തന്നെ ചൊവ്വാഴ്ച 7:30 PM വൈകുന്നേരം USA ജോബ് ഓപ്പണിംഗ് ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 4.31 ഫോർകാസ്റ്റ്, 4.25. ഇന്ത്യൻ IIP ഡാറ്റ 3.2 നിലവിൽ, ഫോർകാസ്റ്റ് 3.4. അന്ന് തന്നെ വൈകുന്നേരം 6 മണിക്ക് USA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. 3% നിലവിൽ, ഫോർകാസ്റ്റ് 2.9. അന്ന് തന്നെ USA കോർ ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച മാർക്കറ്റ് ഒത്തിരി പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ട്. ഇനി തേഴ്സ്ഡേ മാർച്ച് 13 അന്ന് 6 PM USA PPI ഡാറ്റ വരുന്നുണ്ട്. ലാസ്റ്റ് ഡേ ഫ്രൈഡേ മാർച്ച് 14 12:30 PM ഉച്ചയ്ക്ക് 12:30 ഇംഗ്ലണ്ടിൻ്റെ GDP ഡാറ്റ വരുന്നുണ്ട്. വൈകുന്നേരം 7:30 USA കൺസ്യൂമർ സെൻറ്റിമെൻ്റൽ ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. പ്രധാനമായും ബുധനാഴ്ചയിൽ വരുന്ന ഇവൻറ്റ്സുകളുടെ ആ ഒരു റിഫ്ലക്റ്റ്. ഇനി നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് വീക്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ന്യൂസുകളും അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസുകൾ ചെറിയ 1-2 പോസിറ്റീവ് ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നെഗറ്റീവിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് അതിശക്തമായിട്ട് 427 പോയിൻ്റ് മുന്നിലേക്ക് വന്നത്. അതിൽ പ്രധാനമായും ഒരു നെഗറ്റീവ് പോസിറ്റീവായി മാറിയത് കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് ചുമത്തിയ താരിഫ് അത് 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ട്രംപിന് ചെറിയൊരു മനംമാറ്റം വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു തീരുമാനം വളരെ എന്തായാലും ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഫെഡ് റിസർവ് ചെയർപേഴ്സൺ ജെറോം പവൽ നല്ല ഒരു സംസാരം, അതായത് നല്ലൊരു പോയിൻ്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് താരിഫ് എത്ര തന്നെ ഉയർത്തിയാലും, അതായത് താരിഫ് ട്രേഡിംഗ് വാർ നടന്നിട്ടില്ലെങ്കിലും US എക്കണോമി നല്ല നിലയിൽ തന്നെയാണുള്ളത്. അതിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ള ഒരു പോസിറ്റീവ് പോയിൻ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഡോ ജോൺസ് വളരെ താഴെ പോയിരുന്നതാണ്. 400 പോയിൻ്റോളം താഴെ പോയിരുന്ന ഡോ ജോൺസ് അതിനുശേഷം ഒരു 200 പോയിൻ്റോളം പോസിറ്റീവിലാണ് അന്ന് ക്ലോസ് ചെയ്തത്. നിലവിൽ US മാർക്കറ്റ് നെഗറ്റീവ് മോഡിൽ തന്നെ, ബാരിഷ് മോഡിൽ തന്നെയാണ് ഉള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടിയെന്നുള്ളതാണ്. 60 പൈസയോളം ഉയർന്നു. 87.5 ഉണ്ടായിരുന്നത് 86.80 എത്തിയുള്ളതാണ്. അതൊരു പോസിറ്റീവ് ന്യൂസായിരുന്നു. അതേപോലെ നമ്മുടെ ഇന്ത്യ വാളറ്റൈൽ ഇൻഡെക്സ്, ഇന്ത്യ വിക്സ് വന്നിട്ട് 13.5 താഴേക്ക് എത്തിയിട്ടുണ്ട്.
പൊതുവേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചയും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഇന്ത്യ വിക്സിനെ ബേസ് ചെയ്ത്, ഇന്ത്യ വിക്സ് താഴുമ്പോൾ മാർക്കറ്റ് കൂടും, ഇന്ത്യ വിക്സ് കൂടുമ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ വിക്സിനൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റും ഡൗൺ സൈഡിലേക്ക് പോകുന്ന ഒരു വിരോധാഭാസമാണ് കണ്ടത്. എന്നിരുന്നാലും ഇന്ത്യ വിക്സ് വീണ്ടും അല്പം കുറഞ്ഞതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റൊന്ന്, ക്രൂഡ് ഓയിൽ $70 ബാരൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതേപോലെ ഡോളർ വന്നിട്ട് 110 നിന്ന് 107 വന്നു. ഇപ്പോൾ നിലവിൽ ഡോളർ വന്നിട്ട് 103.5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. അതേപോലെ തന്നെ US-ൻ്റെ 10 വർഷത്തെ ഈൽഡ് 4.2 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. മറ്റേ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് FIers-ൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള സെല്ലിംഗ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവർ കൂടെ ഒരു ബയ്യിങ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നല്ല ഒരു നിലയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം DIers കണ്ടിന്യൂ ആയിട്ട് ബൈ ചെയ്യുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. മറ്റൊരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ വീക്കിലാണുള്ളത്. അതായത് പിന്നെ വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഡൗൺ സൈഡിൽ തന്നെയാണ്. US മാർക്കറ്റ്, അതേപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്, അതേപോലെ ജാപ്പാനീസ് മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവിലാണുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ US മാർക്കറ്റ് ഇടിയുമ്പോൾ US മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഉയരുമ്പോൾ US മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം 2% റാലിയാണ് നിഫ്റ്റി നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളമുള്ള താരിഫ് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു മാസത്തോളം ട്രംപ് താരിഫിനെ സംബന്ധിച്ച് സംസാരിക്കാനിടയില്ല. കാരണം April 7 റെസിപ്രോക്കൽ താരിഫ് വരുന്നുണ്ട്. താരിഫിനെ സംബന്ധിച്ചുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ എല്ലാ രാജ്യങ്ങൾക്കും പൊതുവായിട്ടുള്ള ഒരു താരിഫ് നിർണ്ണയിക്കുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ ഏതായിരുന്നാലും അതുവരെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് താരിഫ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇത്രയും നെഗറ്റീവ് പോയിൻറ്റുകളും പോസിറ്റീവ് പോയിൻറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. ഈ പോസിറ്റീവ് പോയിൻറ്റുകളെല്ലാം തന്നെ കണ്ടിന്യൂ ആയിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 22,700 നമുക്ക് ചാർട്ടിലേക്ക് വരാം. അതേസമയം ഈ പോസിറ്റീവ് ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പിൻവലിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് മോഡിലേക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരും. അങ്ങനെ വരികയാണെങ്കിൽ 22,500 എന്നുള്ളതാണ് ഇപ്പോൾ 22,250 എന്നുള്ളതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിലകൊള്ളുക. ചാർട്ടിലേക്ക് വന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാവുന്ന. ഓക്കെ, ചാർട്ടിലേക്ക് വരുമ്പോൾ ഇത് നോക്കൂ, നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടാണ്. 1 ഡേ ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഇതൊരു ഹൈ ആണ്. ഈ ഹൈയിൽ നിന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് നെക്സ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് ഇപ്പോൾ ഇവിടെയാണല്ലോ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഹയർ ആൻഡ് ഹൈ അല്ല വെക്കുന്നത്, ലോവർ ലോ ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അല്പം മുകളിലേക്ക് വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്തും തന്നെ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ റെസിസ്റ്റൻസിനെ ഇവിടെ റെസ്പെക്റ്റ് ചെയ്തു. സെക്കൻഡ് ഇവിടെ നോക്കൂ, തേർഡ് ഇതുവരെ വന്നിട്ട് റിവേഴ്സ് പോയി. ഫോർത്ത് ഇപ്പോൾ ഇവിടെ പ്രീവിയസ് ഹൈ ഇവിടെയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് റെസിസ്റ്റൻസ് ലെവലുകളാണ്. റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലുകൾ എന്ന് പറയുന്നത് 22,670, 22,670, 22,700 ആ ലെവലിലാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക. സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,300, 22,950, 22,300 എന്നുള്ള റേഞ്ചാണ്. അതേസമയം ഇത് മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് ടച്ച് ചെയ്യാൻ വരുന്ന പക്ഷം നമുക്ക് ഇതാണ് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് 23,700.
23,100 ടു 23,200. അപ്പോൾ ഇതായിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇനി സപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് 22,250. ഓക്കെ, അതിനും താഴെ വരികയാണെങ്കിൽ 21,950 ഈ പ്രീവിയസ് ലോ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വീക്കിൽ ലോ ക്രിയേറ്റ് ചെയ്താണിത് 21,950. ഓക്കെ, അതിനും താഴെ വീഴുകയാണെങ്കിൽ നോട്ട് ചെയ്തോളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 21,300 വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ബൈ ചെയ്യാൻ ആർക്കെങ്കിലും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. ഒരു പ്രോപ്പറായ ഒരു സമയം വരുന്ന വരെ കുറച്ച് വെയിറ്റ് ചെയ്താൽ വളരെ നന്നാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. വെള്ളിയാഴ്ചയിലേക്ക് പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എന്തായി എന്നുള്ളത് നോക്കാം. നിഫ്റ്റി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത് 22,560 നമുക്ക് ഇവിടെ ബ്രേക്കൗട്ട് നടത്തിയിട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആക്റ്റീവ് ആയില്ല എന്നുള്ളതാണ് ശരി. കാരണം ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നിഫ്റ്റി ആക്റ്റീവ് ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഇടയിലാണ് അന്ന് ട്രേഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതും ആക്റ്റീവ് ആയിട്ടില്ല. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിന് മുകളിലാണ് ഇത് ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഈ ഒരു ക്യാൻഡിലാണ് ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 200 പോയിൻറ്റിൻ്റെ റാലി സെൻസെക്സിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്, അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് നാളെ തിങ്കളാഴ്ച ഏതെല്ലാം റെസിസ്റ്റൻസ് സപ്പോർട്ടുകളാണ് ആക്റ്റീവ് ആവുക എന്നുള്ളത് നോക്കാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 22,640 ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞ രൂപത്തിൽ 22,700 22,670 ആ റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 22,632 എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഇതാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് 22,670. ഓക്കെ, സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സിങ്ങാണ് കാണുന്നത് 22,500. ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. 1 അവറിലേക്ക് മാറ്റുകയാണെങ്കിൽ 22,720 റെസിസ്റ്റൻസ് ആകുമ്പോൾ സപ്പോർട്ടായിട്ട് 22,450. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ടായിട്ട് 48,300, റെസിസ്റ്റൻസായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ നോക്കാവുന്നതാണ്. 48,700 710 റേഞ്ച് നോക്കിയാൽ മതി. അത് തന്നെ 1 അവറിൽ 48,970 റെസിസ്റ്റൻസും 48,100 സപ്പോർട്ടും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി സെൻസെക്സിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസായിട്ട് 74,590. ഓക്കെ, സപ്പോർട്ട് 74,040 സപ്പോർട്ട്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 74,910 സപ്പോർട്ട് ആക്ട് ചെയ്യുക. 73,660. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് കറക്റ്റായിട്ട് ഇതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലൈനുകൾ വരയ്ക്കുക. ഇത് ബ്രേക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുകയോ ടച്ച് ചെയ്ത് താഴത്തോട്ടോ മേൽപോട്ടോ പോവുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.